മഴ മാറി നമ്മൾ ചെടിയെ ശ്രദ്ധിച്ചപ്പോഴേക്കും അതിൽ നിറയെ മീലി ബഗുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗാർഡൻ ഇഷ്ടപ്പെടുന്നവരുടെ കയ്യിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു ചെടിയാണ് ഈ ബ്രൈഡൽ ബൊക്ക. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ്. രാത്രിയൊക്കെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും. പിച്ചിപ്പൂക്കൾ പോലെ നല്ല മണമാണ്. എന്നാൽ പിച്ചിപ്പൂവിൻ്റെ അതേ മണമല്ല, മറ്റൊരു മണമാണ് ഇതിനുള്ളത്. ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മീലി ബഗുകളൊക്കെ ഒരു കമ്പോ ഈർക്കിലോ ഉപയോഗിച്ച് എടുത്ത് കളയുക. സാധാരണയായി ഞാൻ ഓസ് ഉപയോഗിച്ചാണ് ഇതിൽ നല്ല പ്രഷറിന് വെള്ളമൊഴിച്ച് കൊടുക്കും. അപ്പോൾ അതിൽ ഇരിക്കുന്ന ഈ മീലി ബഗ്സൊക്കെ കുറേയൊക്കെ ഇളകിപ്പോകും. ഇന്ന് ഞാൻ സ്പ്രെയർ ഉപയോഗിച്ചാണ് വെള്ളമൊഴിച്ച് വൃത്തിയാക്കുന്നത്. നമ്മൾ ഇതുപോലെയൊക്കെ ഒരു 2-3 പ്രാവശ്യം വെള്ളമൊഴിച്ച് വൃത്തിയാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കുറേ ഇങ്ങനെ ഇളകിപ്പോവും. ഒരു 3-4 ദിവസം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. കഴിഞ്ഞ ദിവസം അടീനിയത്തിൽ ഇടാൻ വേണ്ടി എടുത്ത സാഫാണിത്. 1 സ്പൂൺ സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് നമ്മൾ ഈ ചെടികളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു 2-3 ദിവസം ഒഴിച്ചു കൊടുക്കുക. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അതിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുമല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും കയ്യിലുള്ളതാണ് ഷാമ്പു. ഇതുപോലെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതുപോലെ ഒരു സ്പ്രെയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ഉപയോഗിച്ചോ നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഇലകളിലും നന്നായി വീഴുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ബ്രൈഡൽ ബൊക്കയിൽ സാധാരണ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള മീലി ബഗുകൾ കാണുന്നത് സാധാരണയാണ്. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കലൊക്കെ ഇതുപോലെ സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ അല്പമെടുത്തിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇത് തടയുവാൻ കഴിയും. 2-3 ദിവസം മഴ മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ എല്ലാ ചെടികൾക്കും ഇതുപോലെയുള്ള ഫംഗിസൈഡ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് പുഴുക്കൾ ധാരാളം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ടാണ് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുവാൻ പറയുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്പം ചെറിയ അളവിൽ എടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ആദ്യമായാണ് ഈ സാഫ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ചെറിയ അളവ് മാത്രം എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ 3-4 ദിവസം നന്നായി പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകുവാൻ ശ്രദ്ധിക്കുക. ആ പച്ചവെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം മാത്രം ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുക. ഈ മീലി ബഗ് പറ്റിപ്പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ ആ ഇലകൾ ദൂരെ കൊണ്ടുപോയി കളയുക, അല്ലെങ്കിൽ അത് നശിപ്പിക്കുക. ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതൊക്കെ എടുത്ത് കളയുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞ് ദൂരെ കൊണ്ട് കളയുകയോ ചെയ്യുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ വീണ്ടും അത് കയറുകയും വീണ്ടും നമ്മുടെ ചെടികൾക്ക് ആപത്തായി വരികയും ചെയ്യും. ഈ ചെടി കൈവശമുള്ളവർ എന്തായാലും ശ്രദ്ധിക്കണം. എൻ്റെയിൽ എപ്പോഴും ഇത് വരാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ചെടി ഉണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ കയ്യിൽ 2 ചട്ടിയിൽ ഇരിക്കുകയാണ്. 2ഉം അടുത്തടുത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ഒരു മടൽ ഉപയോഗിച്ചാണ് ഇതിനെ പടർത്തി കൊടുത്തിരിക്കുന്നത്. ഈ ചെടിയുടെ പ്രത്യേകത, നമ്മൾ എത്ര വലുപ്പത്തിൽ പടർത്തി വിടുന്നുവോ അതനുസരിച്ച് അതിൽ പൂക്കളുണ്ടാവും. ഇത് പടർന്നാൽ മാത്രമേ അതിൽ നിറയെ പൂക്കളുണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന കാടുകളൊക്കെ നീക്കം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇതിന് ഏതൊരു തരത്തിലുള്ള ഫെർട്ടിലൈസറും കൊടുക്കാത്തതാണ് നല്ലത്. ജൈവവളമായാലും രാസവളമായാലും ഈ സമയത്ത് കൊടുക്കണ്ട. ഈ ചെടി നിങ്ങളുടെ കൈവശമുണ്ടോ? കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിൻ്റെ ചെറിയ കമ്പ് വെച്ച് തൈകൾ ഉണ്ടാക്കാം. പക്ഷേ പൊതുവെ ഇത് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ തൈ ഞാൻ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്.
എൻ്റെ കയ്യിൽ നിന്നും 2-3 പേർ കൊണ്ടുപോയിരുന്നു. പക്ഷേ അവർക്കാർക്കും ഈ ചെടി പിടിച്ച് കിട്ടിയിട്ടുമില്ല. ഞാൻ ഇതിൽ നിന്നും തൈ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇത് തൈയായി പിടിപ്പിക്കാറ്? കമൻ്റായി രേഖപ്പെടുത്തുക. ഇതിൻ്റെ തൈകൾ പിടിപ്പിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കാത്തത്. അതുമാത്രമല്ല, എൻ്റെ കയ്യിൽ 2 തൈയുമുണ്ട്. ഈ ചെടി കണ്ടില്ലേ? നമ്മുടെ റെയിൻ ലില്ലി. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് റെയിൻ ലില്ലിയാണ്. ഇതിൽ നിറയെ പുഴുക്കൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും അതിൽ ഞാൻ എടുത്ത വീഡിയോ കണ്ടില്ല. അതല്ല, ആ ഒരു കറുത്ത പുഴു ഇല്ലേ, അതാണ് ഇതിൽ ഉണ്ടായിരുന്നത്. കറുപ്പും ചെറിയ ഒരു ചുവപ്പും വരുന്ന ഒരു പുഴുണ്ട്. അതാണ് ഇതിൽ നിറയെ കയറിയിരുന്നത്. അത് ഞാൻ എടുത്ത് കളഞ്ഞു. അത് നിങ്ങൾ എടുത്ത് നശിപ്പിക്കുകയോ ചെയ്യുക. അതിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ദൂരെ കൊണ്ട് കളയുകയോ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ വീണ്ടും കയറുന്നതാണ്. വീണ്ടും കയറി ഇതിൻ്റെ ചെടിയുടെ നീരെല്ലാം ഊറ്റി കുടിക്കും. ഒരു ചെറിയ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാണ് ഇതിനും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മഴക്കാലം മാറിയപ്പോൾ നിങ്ങൾ ഏത് ഫംഗിസൈഡാണ് ഒഴിച്ചു കൊടുത്തത്? ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി.